സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ തുടക്കക്കാരായ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എളുപ്പമാർഗം എങ്ങനെയാണ് ഹിന്ദി അക്ഷരങ്ങളെ വളരെ എളുപ്പത്തിൽ വായിക്കാനും എഴുതാനും പഠിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ നോക്കാം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സാസ് ഹിന്ദി ലേണിംഗ് സ്കൂൾ എന്ന നമ്മുടെ ഈ ചാനലിൽ എല്ലാ ക്ലാസ്സുകാരുടെയും പാഠപുസ്തകങ്ങളെ ആധാരമാക്കിയിട്ടുള്ള പാഠഭാഗങ്ങളും അവയുടെ ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇനിയും കുറേയേറെ വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതൊക്കെ തുടരെയുള്ള ക്ലാസ്സുകളിലായി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഹിന്ദി അക്ഷരങ്ങളെ വളരെ ലളിതമായ രീതിയിൽ വായിച്ചെടുക്കുക അല്ലെങ്കിൽ എഴുതാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി ഹിന്ദിയിലെ സ്വർ. എന്താണ് സ്വർ എന്ന് പറഞ്ഞാൽ? സ്വരാക്ഷരങ്ങളാണ് അല്ലേ? മലയാളം പഠിക്കുന്നവർക്കറിയാം മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ അ, ആ, ഇ, ഈ തുടങ്ങിയുള്ള ആ വരെയുള്ള സ്വരാക്ഷരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അവയുടെ ഹിന്ദി അക്ഷരങ്ങളും നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഇവിടെ ഈ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യഞ്ജനാക്ഷരങ്ങളോടൊപ്പം സ്വരാക്ഷര ചിഹ്നങ്ങളും ചേർത്തുകൊണ്ട് ഹിന്ദി വാക്കുകളെ എങ്ങനെ വളരെ ഈസിയായി വായിക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്കിവിടെ സ്വരാക്ഷരങ്ങളെ പരിചയപ്പെടാം. നമുക്കറിയാം സ്വരാക്ഷരങ്ങൾ ഇവയൊക്കെയാണ്: അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, ആ. ഇതാണല്ലോ സ്വരാക്ഷരങ്ങൾ. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? മലയാളത്തിൽ നമ്മൾ എ എന്ന് രണ്ടക്ഷരം പഠിക്കുന്നുണ്ട്. അതുപോലെ ഓ എന്ന് മറ്റ് രണ്ടക്ഷരവും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഹിന്ദിയിൽ നമുക്ക് എ എന്നുള്ള സ്ഥാനത്ത് ഒരക്ഷരമേ ഉള്ളൂ. അതുപോലെ ഓ എന്ന് പറയുന്നിടത്ത് ഒരു അക്ഷരമേ ഉള്ളൂ. ഇപ്പോൾ സ്വരാക്ഷരങ്ങളെ നമ്മൾ കണ്ടു. അടുത്തതായി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളെ കാണണം അല്ലേ? വ്യഞ്ജൻ. ഏതൊക്കെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ? ക വർഗം. ക എന്ന കാറ്റഗറിയിൽ വരുന്ന അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ക, ഘ, ഗ, ഇഘ, ങ. അടുത്തത് ച വർഗത്തിലെ അക്ഷരങ്ങളെ കാണാം. ച, ഇച്ഛ, ജ, ഇജ്ജ, ഞ. അടുത്തതായി ട വർഗത്തിലെ അക്ഷരങ്ങൾ ഡ, ഠ, ഡ, ഇഢ, ണ. അടുത്തത് ത വർഗം ത, ധ, ദ, ഇധ, ന. അടുത്തതായി പ വർഗം പ, ഫ, ബ, ഭ, മ. ഇനി വരുന്നവയും വ്യഞ്ജനാക്ഷരങ്ങൾ തന്നെയാണ്. പക്ഷേ അവയെ നമ്മൾ അന്തസ്ഥവ്യഞ്ജൻ, ഊഷ്മവ്യഞ്ജൻ എന്നിങ്ങനെ തരംതിരിക്കാറുണ്ട്. യ, ര, ല, വ, ശ, ഷ, സ, ഹ. ഇനി വരുന്ന അക്ഷരങ്ങളെ സംയുക്ത വ്യഞ്ജൻ എന്ന് നമുക്ക് പറയാം. ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇസ്ര. അപ്പോൾ ഇത്രയും അക്ഷരങ്ങളെ നമ്മൾ കണ്ടു. സ്വരാക്ഷരങ്ങൾ കണ്ടു, വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഇവയിലൊന്നും പെടാതെ കുറച്ച് അക്ഷരങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, ഇത് ജ എന്ന അക്ഷരമാണല്ലേ? ഈ ജ എന്ന അക്ഷരത്തിൻ്റെ ചുവട്ടിലായി ഒരു ഡോട്ട്. ഇതിനെ ഹിന്ദിയിൽ നുക്ത എന്നാണ് പറയുക. അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ ചുവട്ടിൽ ഡോട്ട് വന്നു കഴിഞ്ഞാൽ, നുക്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉച്ചരിക്കുന്നത് സ എന്നാണ്. സ എന്ന ഉച്ചാരണം. ഒരു വാക്ക് നോക്കൂ, ജമീൻ. എന്താ വായിക്കുക? ജമീൻ.
ഇതേതാണ് അക്ഷരം? ഷ എന്ന അക്ഷരം അല്ലേ? ഈ ഷ എന്ന അക്ഷരത്തിൻ്റെ ചുവട്ടിലായി ഒരു നുക്ത കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വായിക്കാൻ സാധിക്കുക ഴ എന്നാണ്. മലയാളത്തിലെ ഴ എന്ന അക്ഷരമായി നമുക്കിതിനെ വായിക്കാം. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മറ്റൊരക്ഷരമാണ്, ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിരന്തരം നമുക്ക് കാണാൻ സാധിക്കുന്ന അക്ഷരങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ അക്ഷരം ഏതാണ്? ഡ എന്ന അക്ഷരമാണ്. നോക്കിക്കോളൂ, ഇവ രണ്ടും ഡ എന്ന് തന്നെയാണ് നമ്മൾ വായിക്കുക. ഇവയുടെ വ്യത്യാസം എന്താണ്? ഒരു അക്ഷരത്തിൽ നുക്തയൊന്നും ചുവട്ടിൽ ഡോട്ട് ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ അടുത്ത അക്ഷരം നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ ചുവട്ടിലായി ഒരു ഡോട്ട് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കുക ഇവ രണ്ടും ഡ എന്ന അക്ഷരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് രണ്ടും ഡ ആണെങ്കിൽ എവിടേക്കാണ് ഞങ്ങൾ ഡോട്ട് ഇടുക, എവിടേക്കാണ് ഞങ്ങൾ ഡോട്ട് ഇടുക എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഡ എന്ന അക്ഷരം ഉപയോഗിച്ചൊരു വാക്ക് സ്റ്റാർട്ട് ചെയ്താൽ, ഡ എന്ന അക്ഷരം കൊണ്ടൊരു വാക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അക്ഷരത്തിൻ്റെ ചുവട്ടിൽ നുക്ത ഇടാൻ പാടില്ല, ഡോട്ട് ഇടാൻ പാടില്ല. എന്നാൽ ഈ ഡ എന്ന അക്ഷരം ഫസ്റ്റിലല്ലാതെ വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഡ എന്നതിന് കുത്തിടാം. എന്നാൽ ചില സ്ഥലപ്പേരുകൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറില്ല? ഡ എന്ന അക്ഷരം ലാസ്റ്റിലായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുത്തുകൾ ഇടാറില്ല കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ആദ്യത്തെ വാക്ക് വായിച്ചോളൂ, ഡർ. കണ്ടോ, ഡ എന്ന അക്ഷരം അല്ലേ, അവിടെ നുക്ത നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ തൊട്ടടുത്ത വാക്ക് നോക്കൂ, പേട്. അതും ഡ എന്ന അക്ഷരം തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ എന്തുപയോഗിച്ചു? ഡോട്ട് ഉപയോഗിച്ചു. അതാണ് പറഞ്ഞത്, ഇത് രണ്ടും ഡ എന്ന അക്ഷരമാണ്. എന്നാൽ അക്ഷരം പഠിച്ചു തുടങ്ങിയ നിങ്ങൾ ഇവിടെ അടുത്ത അക്ഷരങ്ങൾ കാണുമ്പോൾ കൺഫ്യൂഷൻ വരാതെ പഠിക്കണം. നോക്കിക്കോളൂ, അടുത്ത അക്ഷരം നോക്കിക്കേ, ഇതും ഡ എന്ന അക്ഷരം തന്നെ അല്ലേ? പക്ഷെ ഇതിൻ്റെ ഡോട്ട് എവിടെയാണ് വന്നിരിക്കുന്നത്? ഇതിൻ്റെ വലതുഭാഗത്തായിട്ടാണല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ അക്ഷരത്തെ പഠിച്ചു. ഇത് ങ എന്ന അക്ഷരമാണ്. കുട്ടികൾക്ക് എപ്പോഴും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ നോക്കൂ, ഇതും ഡ എന്ന അക്ഷരം തന്നെയാ, പക്ഷെ അതിൻ്റെ ഡോട്ട് എവിടെയാണ്? അക്ഷരത്തിൻ്റെ മുകളിൽ. അപ്പം നമ്മൾ അതിനെ ഡം, ഡൺ എന്നൊക്കെ ഉച്ചരിക്കും. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്കിതിൻ്റെ കൂട്ടക്ഷരങ്ങളെ ഒന്ന് പരിചയപ്പെടണം. ഈ കൂട്ടക്ഷരങ്ങളും പഠിച്ച ശേഷം ചിഹ്നങ്ങൾ ചേർത്ത് വാക്കുകൾ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഓക്കെ, നോക്കൂ, കൂട്ടക്ഷരങ്ങൾ അല്ലേ? അതിനെ ഹിന്ദിയിൽ എന്താ പറയുക? സംയുക്താക്ഷർ. സംയുക്താക്ഷർ എന്നാണ് എഴുതിയിട്ടുള്ളത്. സംയുക്താക്ഷർ എന്ന് നമുക്ക് പറയാം. ഇവിടെ നോക്കൂ, നമുക്ക് ഇച്ഛ എന്നെഴുതണം. ഇച്ഛ എന്ന കൂട്ടക്ഷരം എഴുതാൻ ച എന്ന അക്ഷരത്തിൻ്റെ നേർരേഖ നമ്മൾ ഒഴിവാക്കി നെക്സ്റ്റ് ഒരു ച എന്ന അക്ഷരം കൊടുത്തു. ഇച്ഛ, കണ്ടില്ലേ? അതുപോലെ തന്നെ ഇസ്സ, ഈയ, ഉവ്വ, കണ്ടില്ലേ? സിമ്പിളായ കൂട്ടക്ഷരം. എന്നാൽ നമുക്ക് കുറച്ച് വേറെയും അക്ഷരങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്ദ അല്ലേ? ഇന്ദ. ഞ എന്ന അക്ഷരത്തിൻ്റെ പകുതി ധ എന്ന അക്ഷരം, ഞ എന്ന അക്ഷരത്തിൻ്റെ പകുതി ധ എന്ന അക്ഷരം, ഇന്ദ. അതുപോലെ നന്മ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? മ, നായുടെ പകുതി മ. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതുന്നതെന്നുള്ള ഐഡിയ കിട്ടിയോ? ഇട്ട, ഇറ്റ, ഇവയൊക്കെ ഇങ്ങനെയാണ് എഴുതുക. ഇത്രയും അക്ഷരങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ഓർമ്മിക്കണം, നമുക്ക് ഹിന്ദിയിൽ റ എന്നോ ള എന്നോ എന്നുള്ള അക്ഷരങ്ങളൊന്നും ഇല്ല. പക്ഷേ നമ്മൾക്ക് റ എന്നൊരക്ഷരം എഴുതേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ ര എന്ന അക്ഷരത്തെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരാളുടെ പേരെഴുതണം, റീന. അപ്പം ര എന്ന അക്ഷരം എഴുതിയാൽ മതി, രീന. കണ്ടില്ലേ? അതുപോലെ ള എന്ന അക്ഷരം ഇല്ല. മലയാളത്തിൽ നമുക്ക് കേരളം, മലയാളം എന്നൊക്കെ എഴുതാൻ ള എന്ന അക്ഷരം വേണം അല്ലേ? അപ്പോൾ അതിന് പകരമായി നമ്മൾ ല എന്ന അക്ഷരത്തെ എഴുതുന്നു. ഇനി നമുക്ക് ചിഹ്നങ്ങളെയാണ് പഠിക്കാനുള്ളത്. അതിനു മുമ്പായി കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ. എല്ലാവരും അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നോട്ട് ബുക്കിൽ. ഇനി നിങ്ങൾ ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എഴുതിയ വാക്കിനെ ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ ഞാൻ എഴുതിയ അക്ഷരങ്ങൾ നിങ്ങൾ നോക്കൂ. ക എന്ന അക്ഷരമുണ്ട്, മ എന്ന അക്ഷരമുണ്ട്, ല എന്ന അക്ഷരമുണ്ടല്ലേ?
സ്വാഭാവികമായും അക്ഷരം പഠിച്ചപ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്, ക മ ല. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ വായിക്കും കമല. പക്ഷേ ഇത് ശരിയാണോ? ഇത് ശരിയല്ല. ഇവിടെ കമൽ എന്നേ നമുക്ക് വായിക്കാൻ സാധിക്കൂ. മലയാളത്തിലെ ചന്ദ്രക്കലയിൽ വരുന്ന വാക്കുകൾ എക്സാമ്പിളായി നിങ്ങൾ നോക്കൂ. വിനീത്, വിനീത്, വിനീത. രണ്ട് വാക്ക് നിങ്ങൾ നോക്കിയേ. ആദ്യത്തെ വാക്ക് വിനീത് എന്നാ വായിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? ത എന്ന അക്ഷരം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചിഹ്നവും അവിടെ ഇല്ല അല്ലേ? എന്നാൽ തൊട്ട് താഴെ ഞാൻ എഴുതിയതൊന്ന് നോക്കുക. വിനീത, അവിടെ ഒരു ദീർഘം കൂടി വന്നു ആണല്ലോ. അപ്പോൾ അത് വിനീത എന്നായി. അപ്പോൾ ആ എന്ന സ്വരം ലാസ്റ്റിൽ അവസാനിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അവിടെ ഒരു ദീർഘം കൊടുക്കണം. ഇല്ല എങ്കിൽ ത് എന്നാണ് നമ്മൾ ഉച്ചരിക്കുക. ഇവിടെ ഞാനൊരു വാക്ക് എഴുതുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഡ ര എന്ന രണ്ടക്ഷരം വന്നു, ഡർ എന്ന് നമ്മൾ വായിച്ചു. അതുപോലെ നൽ നോക്കിക്കേ, നൽ, നല എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നില്ല. ല് എന്ന അക്ഷരത്തിന് പകരം ഇൽ എന്ന ചില്ലക്ഷരം വന്നിരിക്കുന്നു. അതുപോലെ മൻ, മന എന്ന് പറയാൻ പറ്റില്ല. മൻ, മന് എന്നതിന് പകരം മൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചിഹ്നങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വാക്കുകളെ കൂട്ടി വായിക്കാൻ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചിഹ്നം നമുക്ക് ഏതാണെന്ന് നോക്കാം. ആ എന്ന അക്ഷരത്തിന് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഞാനിവിടെ ഒരു അക്ഷരത്തെ ഉദാഹരണമാക്കിക്കൊണ്ട് ചിഹ്നങ്ങൾ ചേർത്ത് പറയുകയാണ് കേട്ടോ. ക എന്ന അക്ഷരം നമുക്ക് എടുക്കാം. ക എന്ന അക്ഷരത്തെ ഞാനിവിടെ ചിഹ്നങ്ങളൊന്നുമില്ല. ക പ്ലസ് ആയാണ് ക ആയി മാറിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സ്വരാക്ഷരത്തിലേക്ക് നമുക്ക് പോകാം. ആ എന്നതാണ് തൊട്ടടുത്ത സ്വരാക്ഷരം. അപ്പോൾ ആ എന്ന് എഴുതിയപ്പോൾ നമ്മളിവിടെ ഒരു ദീർഘം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, മലയാളം കാ എന്ന് ഞാൻ എഴുതിയത് ശ്രദ്ധയിൽപ്പെടണം. ഈ കാ എന്ന് എഴുതിയപ്പോൾ കാ കഴിഞ്ഞ് തൊട്ടടുത്തായി ഒരു ദീർഘം നിങ്ങൾക്ക് കാണാം. ആ ദീർഘമാണ് ഹിന്ദിയിൽ എങ്ങനെയാണ്, ആ ദീർഘത്തെ ഹിന്ദിയിൽ എങ്ങനെ എഴുതുന്നു എന്ന് നോക്കൂ. ക എന്ന അക്ഷരം എഴുതുക, അടുത്തായി ഒരു ദീർഘം കൊടുക്കുക, കാ എന്നായല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എഴുതുന്ന വാക്ക് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഏതാണ് അക്ഷരം, ഏതാണ് ചിഹ്നം? ഓക്കെ, വായിച്ചോളൂ. ജാന, ജാന. വായിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ അക്ഷരം എഴുതിയത് അടുത്ത് വെക്കുക. ഇവിടെ കാണിക്കുന്ന ഓരോ വാക്കും വായിച്ചു നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി തരാം. വായിച്ചോളൂ. താ, ത എന്ന അക്ഷരത്തിന് ദീർഘം കൊടുത്തു. ല എന്ന അക്ഷരം വന്നു, ദീർഘം വന്നു, എന്തായി? താലാന്നായി അല്ലേ? നെക്സ്റ്റ് ബ എന്ന അക്ഷരം എഴുതി. അവിടെ എന്താ വായിക്കുക? താലാ ബ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പുറത്ത് ചിഹ്നങ്ങളൊന്നുമില്ല. താലാബ്. ഓക്കെ, വായിക്കാൻ പറ്റുന്നില്ലേ? അടുത്തതായി ഇ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നത്തെ നമുക്ക് നോക്കാം. മലയാളത്തിൽ കി എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ കി അല്ലേ? അപ്പോൾ ഇനി ഹിന്ദിയിൽ എങ്ങനെ കി എന്നെഴുതും? ക എന്ന അക്ഷരം എഴുതുക, ഇടതുവശത്തായി ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കുക. ഞാനിവിടെ എഴുതുന്ന അക്ഷരം ഏതാ? യെസ്, നീ അല്ലേ? ഞ എന്ന അക്ഷരത്തിൻ്റെ ഇടതുവശത്തായി നമ്മൾ ചിഹ്നം കൊടുത്തു, നീ എന്നായി. അങ്ങനെയാണെങ്കിൽ ഈ വാക്ക് നിങ്ങൾ വായിച്ചു നോക്കൂ. ലിയ, കണ്ടില്ലേ? ല എന്ന അക്ഷരം, ഈയുടെ ചിഹ്നം ലി, യ എന്ന അക്ഷരം ദീർഘം, ലിയ. ശരി, അടുത്തതായി നമുക്ക് ഉ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നവും പരിചയപ്പെടാം. ഉ എന്ന അക്ഷരം കണ്ടു. ക എന്ന അക്ഷരത്തിന് ഊവിൻ്റെ ചിഹ്നം കൊടുത്തു, കു എന്നായി അല്ലേ? അപ്പോൾ ഹിന്ദിയിൽ എങ്ങനെയാണ് ഊവിൻ്റെ ചിഹ്നം നോക്കിയേ. ക എന്ന അക്ഷരത്തിൻ്റെ ചുവട്ടിലായി ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കുക, കു എന്നായി അല്ലേ? അപ്പോൾ സ എന്ന അക്ഷരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ സു എന്നായില്ലേ? ഇവിടെ എഴുതുന്ന വാക്ക് വായിച്ചു നോക്കൂ. സുധാകർ, സുധാകർ. കണ്ടില്ലേ? അപ്പോൾ അടുത്തതായി ഊ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം നമുക്ക് പഠിക്കാം. ഊ, അത് ക എന്ന അക്ഷരത്തോടൊപ്പം ചേർന്നപ്പോൾ കൂ എന്നായില്ലേ? അപ്പോൾ സ എന്ന അക്ഷരത്തിൻ്റെ അടുത്താണ് ഈ ചിഹ്നമെങ്കിൽ നമ്മൾ സൂ എന്ന് വായിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതിയ വാക്ക് വായിക്കൂ. നൂ ത, നൂതൻ. കിട്ടുന്നില്ലേ?
അപ്പോൾ ഊ പഠിച്ചു. ഇനി ഇന്റെ ചിഹ്നം നമ്മൾ കൃഷി എന്നൊക്കെ എഴുതാറുണ്ടല്ലേ, കൃതി എന്നൊക്കെ എഴുതാറുണ്ട്. ആ ആണ്. ക എന്ന അക്ഷരം എഴുതി എറിവിൻ്റെ ചിഹ്നം കൊടുത്തു, കൃ എന്നായി. അപ്പോൾ എറിൻ്റെ ചിഹ്നം ഒരിക്കലും മാറിപ്പോകരുത്. ഇവിടെ ഒരു വാക്ക് എഴുതാം, വായിച്ചോളൂ. വികൃതി, വികൃതി വന്ന കണ്ടില്ലേ? അടുത്തത് കഴിഞ്ഞാൽ നമുക്കറിയാം മലയാളത്തിലാണെങ്കിൽ എ രണ്ടക്ഷരം വരുന്നു. ഇവിടെ ഒന്നേ ഉള്ളൂ എ എന്ന അക്ഷരം. അപ്പം നോക്കൂ, കെ എന്ന് ഞാൻ എഴുതുകയാണ്, അല്ലെങ്കിൽ കെ എന്ന് എഴുതുകയാണ്. ക എന്ന അക്ഷരത്തിന് മുൻപിലായി ഒരു ചിഹ്നമുണ്ടല്ലേ. അപ്പോൾ ഹിന്ദിയും ഇത്ര തന്നെയുള്ളൂ. ക എന്ന അക്ഷരം എഴുതുക, ആ മുൻപിൽ നിന്നുള്ളത് നമ്മൾ മുകളിലേക്ക് ഒരു ചിഹ്നം കൊടുത്താൽ മതി. കണ്ടില്ലേ, മുകളിലേക്ക് ഒരു വര കൊടുക്കുക. ഇപ്പോൾ അതിനെ കെ എന്ന് വായിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എഴുതുന്ന വാക്ക് നിങ്ങൾ വായിച്ചു നോക്കൂ. സ എന്ന അക്ഷരമാണ്, മുകളിൽ ഒരു വര, സേ എന്നായില്ലേ. സേനാപതി, സേനാപതി കിട്ടിയില്ലേ? അടുത്തതായി ഐ അല്ലേ, ചിഹ്നം വേണ്ടേ? നോക്കിക്കേ, കൈ കണ്ടില്ലേ? കൈ എന്ന് എഴുതിയപ്പോൾ ക എന്ന അക്ഷരത്തിൻ്റെ മുൻപിലായി രണ്ട് ചിഹ്നം നിങ്ങൾക്ക് കാണാം. അത്രയേ ഉള്ളൂടോ. ക എന്ന അക്ഷരം എഴുതുക, മുകളിലേക്ക് രണ്ട് വരയിടുക. ഓക്കെ അല്ലേ? കൈ. അപ്പോൾ ഞാനിവിടെ എഴുതാം ചൈന, ചൈന വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്തത് ഓ എന്ന അക്ഷരം, അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് മലയാളത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ മുൻപിൽ ഒരു ചിഹ്നം, ക എന്ന അക്ഷരം കഴിഞ്ഞൊരു ദീർഘം ഉണ്ടല്ലേ. അപ്പോൾ അത് തന്നെയാണ്. ക എന്ന അക്ഷരം എഴുതുക, ദീർഘം ഇട്ട ശേഷം മുകളിലേക്ക് ഒരു വര. നമ്മൾ കെ എന്ന് നേരത്തെ പഠിച്ചപ്പോൾ ദീർഘം ഇടാതെയായിരുന്നു മുകളിൽ ഒരു ചിഹ്നം അല്ലേ. അതാണ് അവ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി വേറൊരു വാക്ക് എഴുതാം, സോപ്പാൻ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നെക്സ്റ്റ് വൺ കൗ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഓ എന്നതിൻ്റെ ചിഹ്നം പഠിച്ചത്, അത് ഒരു ദീർഘം കഴിഞ്ഞ് മുകളിലേക്ക് ഒരു വരയാണെങ്കിൽ ഔ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൗ എന്ന് പറയുമ്പോൾ ക എന്ന അക്ഷരത്തിൻ്റെ മുകളിലായി ദീർഘമിട്ട ശേഷം മുകളിൽ രണ്ട് വര കൊടുക്കുക. ക എന്ന അക്ഷരത്തിനടുത്തായി ദീർഘം കൊടുക്കുക, മുകളിലേക്ക് രണ്ട് വര കൊടുക്കുക, കൗ. അപ്പോൾ നമുക്ക് എങ്ങനെ വായിക്കാം ഇതുപോലൊരു വാക്ക്? നോക്കിക്കോളൂ, കൗതുക്, കൗതുക്. അടുത്തതായി എന്ന് പറയുമ്പോൾ ആ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ നമ്മളൊരു കുത്ത് കൊടുക്കുന്നു അല്ലേ, ഒരു ഡോട്ട് ഇട്ട് വെക്കുന്നു. അതാണ് അപ്പം ക എന്ന അക്ഷരത്തിൻ്റെ മുകളിലാണ് കുത്തെങ്കിൽ കം. സ എന്ന അക്ഷരത്തിൻ്റെ മുകളിലാണ് ഈ സം. നോക്കിക്കേ, സൻസാർ. ഇൻ എന്ന സ്വരവും നമ്മളിവിടെ ഉപയോഗിക്കൂ കേട്ടോ, സൻസാർ. ഓക്കെ. അടുത്തതായി നമ്മുടെ വിസർഗ ചിഹ്നമാണ് ഖ. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ചിഹ്നങ്ങൾ. ഇവിടെ കുറച്ച് വാക്കുകൾ നിങ്ങൾക്കായി തരാം. അത് ഹിന്ദിയിലൊന്ന് എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്കോ ധന്യവാദ്.